വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ബി ബോഡി വേസ് എന്ന് പറഞ്ഞ ബ്രാൻഡിൽ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രൊഡക്റ്റിനെ പറ്റിയിട്ടാണ്. അതിനു മുന്നേ എന്നെ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ ലക്ഷ്മി കൃഷ്ണ, ഒരു സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ എന്തൂസിയാസ്റ്റ് ആണ്. അപ്പോൾ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ റിലേറ്റ് ചെയ്ത വീഡിയോസ് ആണ് ഞാൻ ചാനലിൽ ഇടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സ്കിൻ കെയർ ഹെയർ കെയർ റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ഒക്കെ ഡൗട്ട്സ് ആണെങ്കിൽ ചാനൽ കയറി നോക്കിയാൽ ഒരു വീഡിയോ ഡെഫിനറ്റ്ലി കിട്ടും നിങ്ങളത്. അഥവാ കിട്ടിയില്ലെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിച്ചാൽ നമുക്ക് പിന്നെ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് ഞാൻ അവരിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച പ്രൊഡക്റ്റിനെ പറ്റിയിട്ടാണ്. അതായത് 1, 2, 3 അവരുടെ 1% സാലിസിലിക് ആസിഡ് ബോഡി വാഷ്. ഇത് ഞാൻ 2022 തൊട്ട് തന്നെ യൂസ് ചെയ്ത് തുടങ്ങുന്നതാണ്. പിന്നെ ഇടയ്ക്ക് ബോഡി വാഷ് അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ്, കാരണം ബാക്ക് ആക്നെ മാറിയപ്പോഴത്തേക്ക് ഈ ഒരു 1% സാലിസിലിക് ആസിഡ് ബോഡി വാഷ് നിർത്തി. ദെൻ വീണ്ടും ബാക്ക് ആക്നെ വരുമ്പോഴത്തേക്ക് ഞാനിത് യൂസ് ചെയ്യും. അങ്ങനെയാണ് ഇതിന്റെ ഒരു ജേർണി എന്ന് പറയുന്നത്. ഇത് ഞാൻ മാത്രമല്ല, ഇവിടെ എൻ്റെ ഹസ്ബൻഡിന് ഇതിനൊക്കെ ഇഷ്ടമുള്ളൊരു വൺ ഓഫ് ദി ബോഡി വാഷ് ആണ്. ഇതിന്റെ സ്മെല്ല് നല്ലതാണ് കേട്ടോ. ആ സ്മെല്ല് ബാക്കി എല്ലാം അവിടെ നിൽക്കട്ടെ. നമുക്ക് ഇതിന്റെ കൺസിസ്റ്റൻസിയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ 1% സാലിസിലിക് ആസിഡ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രമല്ല, ഇതിനകത്ത് ഫിസിക്കൽ ആയിട്ടുള്ള ഗ്രാന്യൂൾസും ഉണ്ട്. ഇത് നമ്മുടെ സ്കിന്നിനെ ഡ്രൈ ആക്കത്തില്ല, എന്നാൽ നന്നായിട്ട് നമ്മുടെ ആ ഒരു എന്താ പറയുന്ന പിമ്പിൾസിൽ അതിനെ മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യും. മാത്രമല്ല, എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു ബോഡി വാഷിന് ഇഷ്ടം എന്ന് വെച്ചാൽ ഇത് ഇനഫായിട്ട് ലാദർ ചെയ്യും. അതായത് കഴിവും, പക്ഷെ ഓവർ ആക്കത്തില്ല. മാത്രമല്ല, നമ്മുടെ സ്കിന്നിന് ഇപ്പം ചില സമയത്ത് ചില സാലിസിലിക് ആസിഡ് ബോഡി വാഷ് ഒക്കെ നമ്മൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ബോഡി ചിലപ്പോൾ നമുക്ക് ക്രാക്ക് ആയിട്ടൊക്കെ തോന്നാം, കുറച്ച് ഡ്രൈനെസ് കൂടുതലായിട്ട് തോന്നാറുണ്ട്. പ്രത്യേകിച്ച് എനിക്ക് തുടക്ക സമയത്ത് ഇപ്പൊ സാലിസിലിക് ആസിഡ് ബോഡി വാഷ് യൂസ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ബോഡി വാഷൊക്കെ യൂസ് ചെയ്യുമ്പോൾ എനിക്ക് ഉണ്ടാവണ എന്തെന്ന് വെച്ചാൽ, ഞാൻ പിയേഴ്സിന്റെ ബോഡി വാഷാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. എനിക്ക് ഉണ്ടാവണ എന്തെന്ന് വെച്ചാൽ എന്റെ സ്കിൻ പെട്ടെന്ന് ഡ്രൈ ആവും. ഞാൻ നല്ല രീതിയിൽ ഞാൻ ലിറ്ററലി മോഡി ബട്ടറും ഓയിലും ഇട്ടാൽ മാത്രമേ എനിക്ക് സ്കിന്നിൽ അത്രയും ഹൈഡ്രേഷൻ ലോക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഈ ഒരു ബോഡി വാഷ് യൂസ് ചെയ്തതിന് ശേഷം എനിക്ക് ആ ഒരു പ്രശ്നം ഇല്ലാണ്ടായി. ഇത് യൂസ് ചെയ്തു. പിന്നെ നമ്മൾ നോർമൽ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ബോഡി എന്താ പറയുക മോയ്സ്ചറൈസർ ഫോളോ അപ്പ് ചെയ്താൽ മതി. ഈ സാധനം ഞാൻ യൂസ് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് ഞാൻ കണ്ടന്റ് ക്രിയേഷൻ ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിനൊക്കെ മുന്നേ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ബോഡി വാഷാണ്. അപ്പോൾ എന്റെ കയ്യിൽ അന്നത്തെ പാക്കേജ് ഒന്നുമില്ല. ഞാൻ ലിറ്ററലി എന്റെ കയ്യിൽ 3 കയ്യിലുള്ളൂ. അതിൽ കൂടുതൽ ഞാനിത് യൂസ് ചെയ്തിട്ടുണ്ട് അതിനൊക്കെ മുന്നേ. അന്ന് ഞാൻ യൂസ് ചെയ്തിരുന്നത് നമ്മുടെ അക്വലോജിക്കയുടെ നോർമൽ ആയിട്ടുള്ള ഒരു ബോഡി മോയ്സ്ചറൈസർ ആയിരുന്നു. അവരുടെ ലിറ്ററലി ഒരുപാട് ബോഡി മോയ്സ്ചറൈസേഴ്സ് ആണ് ഇറങ്ങിയിട്ടുണ്ട്. അത് മാത്രമാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നിട്ടും എനിക്ക് സ്കിന്നിൽ ഹൈഡ്രേഷൻ കിട്ടുന്നുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഞാൻ കോളേജിൽ പോകുന്നുണ്ടായിരുന്നു, സ്കിന്നിൽ നല്ല ഡീഹൈഡ്രേഷൻ, വെയിൽ കൊട്ടുന്നുണ്ടായിരുന്നു, ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും എന്റെ സ്കിന്നിന് ആ ഒരു ഇറിറ്റേഷൻ ഒന്നും ഫീൽ ആയിട്ടില്ല. സ്കിൻ നന്നായിട്ട് ചേഞ്ച് ആക്കാനും പറ്റി ഈ ഒരു ബോഡി വാഷ് യൂസ് ചെയ്തോണ്ട്. അതുകൊണ്ടാണ് ഇത് എനിക്ക് ഫേവറേറ്റ് ആയത്. പിന്നെ ഇതിന്റെ സ്മെല്ല് എന്ന് വെച്ചാൽ ഇപ്പൊ കുളിച്ചിറങ്ങുമ്പോൾ എനിക്ക് കുറച്ച് മണം ബോഡിയിൽ ഇഷ്ടമാണ്. അപ്പൊ ആ വേറെ ഒരു ബോഡി വാഷ് യൂസ് ചെയ്തിട്ടും എന്നെ ആരും അങ്ങനെ കോംപ്ലിമെന്റ് ചെയ്തിട്ടില്ല ഇതിന് ഈ മണം കൊള്ളാം എന്ന് പറഞ്ഞിട്ട്. കാരണം സോപ്പ് ഉപയോഗിച്ചിറങ്ങുന്ന ആ ഒരു ഇത് നമുക്ക് ബോഡി വാഷ്, പ്രത്യേകിച്ചും AHA ബോഡി വാഷ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാറില്ല. പക്ഷെ ഈ ഒരു ബോഡി വാഷ് ഞാൻ യൂസ് ചെയ്തിട്ട് പുറത്തിറങ്ങുമ്പോൾ ഞാൻ ഇത് എന്റെ ബാത്റൂമിൽ ഞാൻ കുളിച്ചിട്ടാണ് വെച്ചത്. അപ്പൊ എന്റെ അമ്മ വന്നിട്ട് പറഞ്ഞു, നല്ല മണമാണ്. ആ ഒരു സ്മെല്ലാണ് ഇതിനുള്ളത്. ആ ഫ്രാഗ്രൻസ് സ്കിൻ ഇറിറ്റേറ്റിംഗ് അല്ലാത്തതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പൊ നിങ്ങളത് ബാക്ക് ആക്നെ ഉള്ള ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ, ബാക്ക് ആക്നെ മാത്രമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഇത് ഹെൽപ്പ് ചെയ്യും. പക്ഷെ നിങ്ങൾക്ക് സ്ട്രോബെറി സ്കിൻ അതല്ലെങ്കിൽ എന്താ പറയുന്ന ബാക്ക് ആക്നയുടെ മാർക്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇത് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പോകുന്നില്ല. അപ്പൊ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം ഇത് കണ്ടുപിടിച്ച് ഇവര് അഡ്വാൻസ്ഡ് ഫോമിലായിട്ട് ഇറക്കിയിട്ടുണ്ട്. അത് ഏതാണെന്ന് നോക്കാം. അതാണ് അവരുടെ പുതിയ 5% AHA ബോഡി വാഷ്. ഞാൻ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു AHA ബോഡി വാഷ് എന്ന് പറയുന്നത് അത് എപ്പോഴും കെമിസ്റ്റൽ പ്ലേയുടെ ബോഡി വാഷ് ആണ്. കാരണം ഞാനിത് എപ്പോഴും ഇപ്പൊ ഷോർട്സിലായാലും ഇൻസ്റ്റാഗ്രാമിലായാലും ഞാൻ എപ്പോഴും പറയുന്ന ബോഡി വാഷുകളിൽ ഒന്നാണ് ഈ ഒരു ബോഡി വാഷ്. ഏതാണ്? നമ്മുടെ കെമിസ്റ്റൽ പ്ലേയുടെ 5% AHA ബോഡി വാഷ്. അത് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഞാൻ പിന്നെയാണ് എനിക്ക് ഈ ഒരു പിന്നെ എനിക്ക് ബാക്ക് ആക്നെ വന്നിട്ട് ഞാൻ ഇതായി. കാരണം ഇത് എപ്പോഴും എൻ്റെ കയ്യിൽ ഇങ്ങനെ ബാക്ക് സ്റ്റോക്ക് ഉണ്ടാവും. അപ്പോഴാണ് ഈ ഒരു അഡ്വാൻസ്ഡ് ഫോമിൽ വന്നിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ തോന്നിയത്. എനിക്ക് 100% ഉറപ്പാണ് ഞാൻ ഒരിക്കലും കെമിസ്ട്രി പ്ലേയിൽ നിന്ന് വേറൊരു ബോഡി മോയ്സ്ചറിലോട്ട് പോകത്തില്ല. പക്ഷെ എന്റെ പോകൂലെന്ന് വെച്ചാൽ എനിക്കിപ്പോഴും കെമിസ്ട്രി പ്ലേ എനിക്ക് ഇഷ്ടമാണ്, ലൈക്ക് എന്റെ ഡിയർ ആണത്. പക്ഷെ സ്റ്റിൽ അതിനൊരു ഓൾട്ടർനേറ്റീവ് ഇപ്പൊ എനിക്കത് ലോക്കായി അത് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ട് എനിക്ക് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയാലും ഞാൻ വാങ്ങിക്കാൻ പോകുന്നത് ഈ ഒരു ബോഡി വാഷ് ആണ്. കാരണം എന്തെന്ന് വെച്ചാൽ ഇതിപ്പോ ഞാനൊരു 2 to 3 വീക്സ് ആയിട്ടുള്ള 2 വീക്സ് ആയിട്ടുള്ള ഞാൻ 3 വീക്ക് ആയിട്ടുള്ള ഞാനിത് യൂസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതിനകത്ത്
3% ലാക്റ്റിക് ആസിഡ് ഉണ്ട്, 1% സാലിസിലിക് ആസിഡ് ഉണ്ട്, 1% ഗ്ലൈക്കോളിക് ആസിഡ് ഉണ്ട്. എന്തുകൊണ്ടാണ് എനിക്ക് ഈ ഒരു ഫോർമുലേഷൻ ഇഷ്ടമെന്ന് വെച്ചാൽ നമ്മൾ മറ്റതിനകത്ത് ഗ്ലൈക്കോളിക് ആസിഡ് ആണ്, കെമിസ്ട്രി പ്ലേയിൽ കൂടുതൽ ഗ്ലൈക്കോളിക് ആസിഡ് ആണ് കോൺസെൻട്രേഷൻ കൂടുതൽ, ഇതിനകത്ത് കൂടുതൽ ലാക്റ്റിക് ആസിഡ് ആണ്. അപ്പൊ എന്ത് നിങ്ങൾക്ക് ഒരു സ്ട്രോബെറി സ്കിൻ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ലാക്റ്റിക് ആസിഡ് ബേസ് ചെയ്തിട്ടുള്ള ബോഡി വാഷ് ആയിരിക്കും കുറച്ചുകൂടെ സേഫ്. കാരണം സ്കിൻ എക്സ്ഫോളിയേറ്റ് ചെയ്യും. നമ്മൾ ലാക്റ്റിക് ആസിഡിന്റെ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ലാക്റ്റിക് ആസിഡ് ഒരു ഹ്യൂമക്റ്റന്റ് കൂടെയാണ്. സോ അത് സ്കിൻ ഹൈഡ്രേറ്റ് ചെയ്യും, എന്നാൽ സ്കിൻ എക്സ്ഫോളിയേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. എന്നാൽ ഡെയിലി യൂസിന് വേണ്ടി 1% ഗ്ലൈക്കോളിക് ആസിഡ് ഉണ്ട്. അപ്പൊ നമ്മുടെ ആക്നെ മാർക്സ് ഉണ്ടെങ്കിൽ അത് പോകാനായിട്ടും ഹെൽപ്പ് ചെയ്യും. പിന്നെ ഡെയിലി നമുക്കൊരു എക്സ്ഫോളിയേഷന് വേണ്ടി രണ്ട് HAs ഉണ്ട്, ലാക്റ്റിക് ആസിഡ് ഗ്ലൈക്കോളിക് ആസിഡ്. അപ്പൊ ബോഡി ടാനിങ് ഉണ്ടെങ്കിൽ അത് മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ബാക്ക് ആക്നെ ഉണ്ടെങ്കിൽ അത് മാറ്റി ഇതിനകത്ത് 1% സാലിസിലിക് ആസിഡ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആക്റ്റീവ്സ് ഉണ്ട്. എന്നാൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഹൈപ്പർ പിഗ്മെന്റേഷൻ ഉണ്ടെങ്കിൽ ഞാൻ കെമിസ്ട്രി പ്ലേയിലോട്ട് പോകാൻ പറയും. അതല്ല നിങ്ങൾക്ക് സ്ട്രോബെറി സ്കിൻ, മൈൽഡ് ടാനിങ്, ബാക്ക് ആക്നെ ഒക്കെ ഉണ്ട്, ഒരൊറ്റ ബോഡി വാഷ് വേണം, എന്നാൽ ഫ്രാഗ്രൻസ് കുറച്ച് മണമൊക്കെ ഉള്ളത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഈ ഒരു അഡ്വാൻസ്ഡ് ഫോമിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ സാലിസിലിക് ആസിഡിന്റെ ഈ ഒരു ബോഡി വാഷ് യൂസ് ചെയ്തിട്ടുള്ള അതെ സാലിസിലിക് ആസിഡിന്റെ ഈ ഒരു ബോഡി വാഷ് യൂസ് ചെയ്തിട്ടുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായി ഈ രണ്ട് ഫോമിലും വ്യത്യാസം എന്തെന്ന് വെച്ചാൽ അവരൊരു എക്സ്ട്രാ ഒരു 4% HA ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് 3% ലാക്റ്റിക് ആസിഡും 1% ഗ്ലൈക്കോളിക് ആസിഡും ആഡ് ചെയ്തിട്ടുണ്ട്. ഫ്രാഗ്രൻസിന്റെ കാര്യത്തിലോ അതല്ലെങ്കിൽ വേറെ ഒന്നിലും വ്യത്യാസമില്ല, എക്സ്ട്രാ ഒരു അഡിഷൻ വന്നിട്ടുണ്ട്. പക്ഷെ നമ്മുടെ സ്കിൻ എങ്ങനെ ആദ്യമേ ഈ ഒരു 1% സാലിസിലിക് ആസിഡിൽ ഞാൻ പറഞ്ഞില്ലേ ഇത് സ്കിൻ ഡ്രൈ ആക്കത്തില്ല, എക്സാക്ട്ലി സെയിം തന്നെയാണ് ഇതിനകത്തും ഉള്ളത്. ഇത് ഈവൻ ഇതിനകത്ത് 1% എക്സ്ട്രാ ഗ്ലൈക്കോളിക് ആസിഡ് ഉണ്ട് എങ്കിലും അതല്ലെങ്കിൽ എന്താ പറയുക നമ്മൾ 3% ലാക്റ്റിക് ആസിഡ് ഉണ്ടെങ്കിൽ ഇത് നമ്മുടെ സ്കിന്നെ ഡ്രൈ ആക്കാനൊന്നും പോകില്ല. ഒരു നോർമൽ ആയിട്ടുള്ള ബോഡി മോയിസ്ചറൈസർ മതി. എക്സ്ട്രാ നമ്മൾ അതിന് വേണ്ടി ഒരു എക്സ്ട്രാ ഹൈഡ്രേഷൻ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഇതാണ് 1% സാലിസിലിക് ആസിഡ് ബോഡി വാഷിന്റെ അഡ്വാൻസ്ഡ് ഫോർമുല ആയിട്ടുള്ള 5% HA BHA ബോഡി വാഷിന്റെ കാര്യം. ഇപ്പൊ അഡ്വാൻസ്ഡ് ഫോർമുല പറഞ്ഞപ്പോൾ ഈ ബോഡി വാഷിന്റെ പ്രത്യേകതയുണ്ട്, അവരുടെ തന്നെ തെറ്റുകൾ തിരുത്തി ഇറക്കുന്ന ബ്രാൻഡാണ്. അങ്ങനെ അവരെ തെറ്റ് തിരുത്തി ഇറക്കിയ സാധനത്തിനെ പറ്റി അടുത്ത കാണിച്ചു തരാം. ഒന്നല്ല രണ്ടെണ്ണം, ആദ്യം അതിനെ പറ്റി നമുക്ക് നോക്കാം. അതാണ് അവരുടെ ബോഡി സൺസ്ക്രീൻ സ്പ്രേ. ആക്ച്വലി ഇവർക്ക് ഫസ്റ്റ് ഒരു ബോഡി സൺസ്ക്രീൻ ഉണ്ടായിരുന്നു, ഇതുപോലത്തെ ബോട്ടിലല്ലായിരുന്നു, നമ്മൾ നോർമൽ ബോഡി സൺസ്ക്രീൻ ലോഷൻ കണക്കാൻ ഭയങ്കര ലിക്വിഡ് കൺസിസ്റ്റൻസിയാണ്. അത് ലിറ്ററലി എനിക്ക് ബോട്ടിൽ സ്റ്റോർ ചെയ്യാൻ പറ്റാതെ എടുത്ത് കളയേണ്ടി വന്നു. അപ്പൊ അന്ന് ഞാൻ വിചാരിച്ചു ഞാൻ ഇനി അവരുടെ ബോഡി സൺസ്ക്രീനെ പറ്റി പറയത്തില്ലെന്ന്. അങ്ങനെയാണ് ഈ ഒരു സൺസ്ക്രീൻ ഇറങ്ങുന്നത്. സംഭവം എന്താണെന്ന് വെച്ചാൽ ആ സൺസ്ക്രീൻ ആണെന്ന് വെച്ചാൽ SPF 50 PA 3+ ഉള്ള സൺസ്ക്രീൻ ആയിരുന്നു. നല്ല സൺസ്ക്രീൻ ആയിരുന്നു. ആദ്യമൊക്കെ യൂസ് ചെയ്യുമ്പോൾ എനിക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. എനിക്ക് എന്താ പറയാ മിനിമലിസ്റ്റ് കഴിഞ്ഞിട്ട് യൂസ് ചെയ്താണ്, എനിക്ക് നല്ല രീതിയിൽ അങ്ങനെ അടിക്കുന്നതുകൊണ്ട് അങ്ങനെ പ്രശ്നങ്ങളൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ കുറച്ച് അങ്ങോട്ട് കഴിഞ്ഞപ്പം ഇത് ഒരു യെല്ലോയിഷ് കളറിലോട്ട് മാറാനായിട്ട് തുടങ്ങി. മാത്രമല്ല ഇത് തുറക്കുമ്പോൾ ഒരു ഗുയി ടെക്സ്ചർ, അതായത് നമ്മൾ ഈ മസാലയൊക്കെ മിക്സ് ചെയ്ത് വെക്കുമ്പോൾ മസാല എണ്ണയിൽ മിക്സ് ചെയ്യുമ്പോൾ നമുക്കൊരു ടെക്സ്റ്റ് കിട്ടത്തില്ലേ, എക്സാക്ട്ലി സെയിം എനിക്ക് സൺസ്ക്രീനിൽ നിന്ന് കിട്ടാൻ പോയി. ഇട്ട് കഴിയുമ്പോൾ തന്നെ അതിൽ നിന്ന് എനിക്ക് നൂല് കണക്കൊക്കെ വരാൻ തുടങ്ങി. ഞാൻ മേ ബി ബാഡ് ബാച്ച് ആയിരിക്കാം എന്നൊക്കെ കരുതിയിട്ട് ഞാനത് വിട്ടിരുന്നു. പക്ഷെ ഒരുപാട് പേരും ഇതേ സെയിം റീസൺ ഇതിനെപ്പറ്റി പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എന്തോ ഫോർമുലേഷനിൽ പ്രശ്നം ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കി. നിങ്ങളടുത്ത് പറയാനായിട്ടിരുന്നപ്പോൾ അവരുടെ തന്നെ സാധനം തിരുത്തി ഇറക്കി. അതാണ് ഈ ഒരു സൺസ്ക്രീൻ സ്പ്രേ. ഇപ്പൊ ഇത് ഞാൻ ലാസ്റ്റ് കുറച്ച് നാളായിട്ട് യൂസ് ചെയ്യുന്നുള്ളതാണ്. ഇതിപ്പോ എന്റെ രണ്ടാമത്തെ ബോട്ടിലാണ്. എന്ന് വെച്ചാൽ റീഅപ്ലിക്കേഷന് വേണ്ടിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതും SPF 50 PA 3+ ആണ്. അവരെന്താണോ അവരുടെ ആ ഒരു ബോട്ടിലിൽ ലോഷനായിട്ട് ഉപയോഗിച്ചത് ആ പ്രശ്നങ്ങളെല്ലാം മാറ്റി അത് ലിറ്ററലി അവർ സ്പ്രേ ബോട്ടിലോട്ടാക്കി നല്ല രീതിയിൽ സൺ പ്രൊട്ടക്ഷൻ തരും. ഇപ്പൊ നിങ്ങൾക്ക് ഒരു റീഅപ്ലിക്കേഷൻ ഫേസിലോ ബോഡിയിലോ ഒക്കെ സൺസ്ക്രീൻ റീഅപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഫോളോ അപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. മാക്സിമം ഏരിയാസിൽ ഇത് കവർ ചെയ്യും. ഒന്ന്. രണ്ടെന്ന് വെച്ചാൽ നമുക്കറിയാം നമുക്ക് ചിലപ്പോൾ ബോഡി സൺസ്ക്രീൻസ് ഇടുമ്പോഴത്തേക്ക് ഒരു തിക്നെസ് തോന്നും, ചില ആൾക്കാർക്ക് അത് ഇഷ്ടം ഉണ്ടാവില്ല. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ ഒരു സൺസ്ക്രീൻ നന്നായിരിക്കും. ചില ആൾക്കാരുണ്ടാവും രാവിലെ ബോഡി എന്താ പറയുന്നത് സാധാരണ ബോഡി മോയിസ്ചറൈസർ ഇടുന്നതായിരിക്കും ഇഷ്ടം, സൺസ്ക്രീൻ ഇടുന്ന ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. കാരണം നല്ല രീതിയിൽ കവറേജ് കിട്ടും. മാത്രമല്ല നമുക്ക് എന്താ പറയുന്നത് ഒരു സൺടാനോ സ്പ്രേ ആണ് എന്ന് പറഞ്ഞിട്ട് സൺടാനോ അങ്ങനത്തെ ഒന്നും വരാനായിട്ട് പോകില്ല. നോർമലി ഞാനൊരു ബോഡി സ്പ്രേ പറയുമ്പോൾ ഞാൻ പറയും റീഅപ്ലിക്കേഷൻ ആണ് നല്ലത്. ഇത് ഞാൻ ബേസിക്കലി റീഅപ്ലൈ ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾക്ക് റീഅപ്ലൈ അല്ലാണ്ട് പ്രൈമറി അപ്ലിക്കേഷൻ ഈ ഒരു സാധനം യൂസ് ചെയ്യാനായിട്ട് പറ്റും. കാരണം ഇത് നമ്മൾ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യണമെന്നുള്ളൊരു പ്രശ്നമില്ല. കാരണം കുറച്ച് അധികം ക്വാണ്ടിറ്റി നമ്മൾ ചിലപ്പോൾ ഇതിൽ നിന്ന് എടുത്തിട്ട് അപ്ലൈ ചെയ്യേണ്ടി വരും എന്നുള്ളൊരു പ്രശ്നമുള്ളൂ. അതല്ലാണ്ട് ഒരു സ്പ്രേ ആണ്, പിന്നെ നമുക്ക് റീഅപ്ലിക്കേഷന് വേണ്ടി യൂസ് ചെയ്യും. ഒരു സ്പ്രേ ആണ് എന്ന് പറഞ്ഞിട്ട് ഇതിനകത്ത് അവര് എന്താ പറയുന്നത് അതിന്റെ
ഇത് കുറച്ചിട്ടോ ഫിൽറ്ററിൽ എന്തെങ്കിലും കോംപ്രമൈസ് വരുത്തിയിട്ടില്ല, അതിന്റെ SPF-ലോ PA-ലോ അവർ കോംപ്രമൈസ് വരുത്തിയിട്ടില്ല. ഇതൊരു ഹൈബ്രിഡ് ടൈപ്പ് സൺസ്ക്രീൻ ആണ് ഇവർ ഇതിനകത്ത് യൂസ് ചെയ്തേക്കുന്നത്. അതായത് ഇതിനകത്ത് രണ്ട് ഫിൽറ്റേഴ്സ് ഉണ്ട്, ഫിസിക്കൽ ഫിൽറ്റർ ഉണ്ട്, കെമിക്കൽ ഫിൽറ്റർ ഉണ്ട്. ഫിസിക്കൽ ഫിൽറ്ററിനകത്ത് ഇവർ യൂസ് ചെയ്തേക്കുന്ന ടൈറ്റാനിയം ഡൈ ഓക്സൈഡും കെമിക്കൽ ഫിൽറ്റർ ആയിട്ട് ഇവർ യൂസ് ചെയ്തേക്കുന്ന ഓക്ടിനോസൈറ്റും ആണ്. സോ അത് രണ്ടുമാണ് ഇതിനകത്ത് ഉള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഒരു ബോഡി സൺസ്ക്രീൻ വേണം, സ്കിന്നൊക്കെ ഹെവി ആയിട്ട് തോന്നണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഈ കാറൊക്കെ ഓടിക്കുന്ന ആൾക്കാർക്ക് കയ്യിൽ സൺസ്ക്രീൻ എപ്പോഴും ഞാൻ യൂസ് ചെയ്യണം നിർത്തില്ലേ, അങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യാം. പക്ഷെ എപ്പോഴും ശ്രദ്ധിക്കാം, ഇൻ കേസ് എനിക്ക് അറിയത്തില്ല, ഞാൻ ആമസോണിലൊക്കെ ഇതിന്റെ പഴയ ബോട്ടിൽ അവൈലബിൾ ആണോ എന്ന് എനിക്ക് അറിയില്ല. അവൈലബിൾ ആവാതിരിക്കാനാണ് ചാൻസ്. ഞാൻ കുറെ നോക്കിയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല, കാരണം എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് ബോട്ടിൽ ഞാൻ തപ്പിയപ്പോൾ എനിക്ക് കണ്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അതിന്റെ സ്പ്രേ ബോട്ടിൽ നിങ്ങൾ കാണുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് പറ്റും, ഒരു കുഴപ്പമില്ല. പിന്നെ ഓഫർ പ്രൈസിലൊക്കെ ഇപ്പൊ ഇതിനകത്ത് അവരൊരു റേറ്റ് പറയുന്നത് നമുക്കറിയാം. ഓഫർ പ്രൈസിൽ നമുക്ക് 400 ബിലോയിൽ തന്നെ ഇത് കിട്ടുകയും ചെയ്യും. ഒരുപാട് ഇപ്പൊ ബോട്ടിൽ ചെറുതാണ് എന്ന് പറഞ്ഞിട്ട് നോക്കണ്ട, ഒരുപാട് നാൾ നമുക്ക് ഇത് ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും. അടുത്തത് അവരുടെ ഒരു അഡ്വാൻസ്ഡ് ഫോമിലെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത്. അവരുടെ 4% AHA BHA ബോഡി അണ്ടർ ആം റോൾ ഓൺ അവർ കൂട്ടിയിട്ട് അവരുടെ ഒരു 6% അണ്ടർ ആം റോൾ ഓൺ ആയിട്ട് മാറ്റിയിട്ടുണ്ട്. 6% AHA BHA അണ്ടർ ആം റോൾ ഓൺ ആയിട്ട് അവർ മാറ്റിയിട്ടുണ്ട്. അപ്പൊ ഇതെന്ന് വെച്ചാൽ 4% ആയിരുന്നു, അത്യാവശ്യം ബെനിഫിറ്റ് ഒക്കെ തരുമായിരുന്നു. പക്ഷെ എന്നാലും ഇപ്പൊ ഞാൻ പറഞ്ഞത് ഈ വിഷ്കെയറിന്റെ അണ്ടർ ആം റോൾ ഓൺ, കെമിസ്ട്രിയുടെ അണ്ടർ ആം റോൾ ഓൺ ഒക്കെ എന്റെ ഫേവറേറ്റ് ആണ്. അത്രയൊരു ഇഫക്റ്റ് എനിക്ക് ഈ ബോഡി വൈസിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഇല്ല എന്ന് ഞാൻ പറയും. പക്ഷേ ഈ ഒരു 6% ഞാനിപ്പോ ലാസ്റ്റ് 4-5 ഡേയ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. എനിക്കിത് ഇഷ്ടപ്പെട്ടു. അധികം ഞാൻ വിഷ് കെയർ നിർത്തുമ്പോൾ എനിക്ക് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടായിട്ടുണ്ടോ? സാധാരണ എനിക്ക് ആ ചേഞ്ച് വരാറുണ്ട്. പക്ഷെ വിഷ് കെയർ നിർത്തി എന്ന് പറഞ്ഞൊരു ചേഞ്ച് എനിക്ക് ഈ ബോഡി യൂസ് ചെയ്തപ്പോൾ, ഈ ഒരു ബോഡി റോൾ ഓൺ യൂസ് ചെയ്തപ്പോൾ വന്നില്ല. ഇതിന്റെ ഫ്രാഗ്രൻസ് എടുത്ത് പറയുകയാണെങ്കിൽ ഇതിനകത്തുള്ളത്, അതായത് പഴയ ബോട്ടിലുള്ളതെന്ന് വെച്ചാൽ ഇച്ചിരി സ്ട്രോങ് ആയിട്ടുള്ള ഫ്രാഗ്രൻസ് ആണ്. നമ്മൾ പണ്ടൊക്കെ എന്താ പറയുന്ന ഈ സ്പ്രേ അടിക്കുമ്പോൾ നമ്മൾ കൃഷ്ണനെ കൊണ്ടുവരുന്ന ഒരു സ്പ്രേയില് ഫ്ലവർ സ്പ്രേ, ആ ഒരു മണമാണ്. ഇതിന്റെ ന്യൂ വെർഷനിൽ വരുമ്പോൾ സെയിം തന്നെയാണ്, പക്ഷെ കുറച്ചും കൂടെ കുത്തൽ കൂടുതലാണ്. എനിക്ക് അത്രയും സ്ട്രോങ് സെന്റ് ഒന്നിലും ഇഷ്ടമല്ല. ഇപ്പൊ എന്റെ പേഴ്സണൽ ആയിട്ടാണെങ്കിൽ ഞാൻ പെർഫ്യൂംസ് എടുക്കുമ്പോൾ, അല്ലെങ്കിൽ ബോഡി മിസ്റ്റ് എടുക്കുമ്പോൾ അത് എപ്പോഴും ലൈറ്റ് ആയിട്ടുള്ള വാനില എന്നാൽ അധികം സ്ട്രോങ് അല്ലാത്ത ബോഡി സ്പ്രേസും ബോഡി പെർഫ്യൂംസും ഇഷ്ടപ്പെടുന്ന ആളാണ് ഞാൻ. അപ്പൊ എനിക്ക് എന്തെങ്കിലും ഈ ഒരു സാധനത്തിൽ ഒരു ഇറിറ്റേഷൻ തോന്നിയിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഫ്രാഗ്രൻസ് ആണ്. കാരണം ഞാൻ പറയാം, എനിക്ക് ഇഷ്ടമാണ് ഫ്രാഗ്രൻസ്, പക്ഷെ അത് എപ്പോഴും മൈൽഡ് ആയിട്ടുള്ള ഫ്രാഗ്രൻസ് ആയിരിക്കണം. എനിക്ക് ഒരുപാട് ഫ്രാഗ്രൻസ് എനിക്ക് പറ്റത്തില്ല. ഇപ്പൊ വീട്ടിൽ എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് ഇത് ഇഷ്ടപ്പെടുന്ന ഒരാളുണ്ട്, എന്റെ ഹസ്ബൻഡ്, പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ഫ്രാഗ്രൻസ്. പക്ഷെ എനിക്ക് പേഴ്സണലി ഈ ഒരു ഫ്രാഗ്രൻസ് വൈസ് ഇത് ഇഷ്ടമല്ല. പക്ഷെ റിസൾട്ട് തരുമെന്ന് വെച്ചാൽ പുതിയ അഡ്വാൻസ്ഡ് ഫോമിൽ ഡെഫിനറ്റ്ലി റിസൾട്ട് തരും. ഇപ്പൊ നിങ്ങൾക്ക് ഈ ബോഡി വൈസ് പണ്ട് യൂസ് ചെയ്തിട്ട് കുറച്ചേ റിസൾട്ടേ കിട്ടുള്ളൂ, കുറച്ചുകൂടെ റിസൾട്ട് കിട്ടാം എന്നൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇതിനകത്തോട്ട് ഒന്ന് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ മതി. നെക്സ്റ്റ് സാധനത്തിനെ പറ്റി എന്റെ എല്ലാ ഹെയർ കെയർ റൊട്ടീൻ വീഡിയോയിൽ ഞാൻ പറയുന്നതാണ് അവരുടെ 1% കീറ്റോകോണസോൾ ഷാംപൂ. എന്ന് വെച്ചാൽ ഫസ്റ്റ് എനിക്കൊരു കീറ്റോകോണസോൾ ഷാംപൂ വേണമായിരുന്നു. ഫസ്റ്റ് ഞാൻ ഇത് വാങ്ങിച്ചത് എനിക്ക് വേണ്ടിയല്ല, ഹസ്ബൻഡിന് വേണ്ടിയിട്ടായിരുന്നു. അപ്പൊ എനിക്കൊരു കീറ്റോകോണസോൾ ഷാംപൂ വേണമായിരുന്നു. പക്ഷേ ഫാർമസിയിൽ പോയിട്ട് കേസർ ലോഷൻ വാങ്ങിക്കാൻ ഒരു മടി, കാരണം കേസർ ലോഷൻ സ്ട്രോങ് ആവോ, ഹെയർ ഒരുപാട് ഡ്രൈ ആക്കുമോ എന്നൊക്കെ എനിക്കൊരു പേടിയുണ്ടായിരുന്നു. സോ അങ്ങനെയാണ് ഞാൻ ബോഡി വേസിന് ഈ ഒരു ഷാംപൂ കണ്ടത്. അപ്പൊ ഞാൻ ചോക്കെ ഫൈൻ, നമുക്കൊന്ന് വാങ്ങി നോക്കാം എന്ന് വിചാരിച്ചു. വാങ്ങി ട്രൈ ചെയ്ത് നോക്കി, ഡെഫിനറ്റ്ലി ഹെൽപ്പ് ചെയ്തു. ഇത് എന്റെ സെക്കൻഡ് ബോട്ടിലാണ്, ഫസ്റ്റ് ബോട്ടിൽ എവിടെ മിസ്സായി. പാക്കേജിങ്ങിലും ചേഞ്ച് ഉണ്ട് കേട്ടോ. ഇപ്പൊ ഞാൻ യൂസ് ചെയ്യാറില്ല. ഇപ്പൊ ഇത് ഞാൻ വാങ്ങിച്ചത് 2023 വാങ്ങിച്ചത്. പിന്നെ ഞാൻ 24 ഞാൻ വാങ്ങിയിട്ടില്ല, കാരണം പിന്നെ എനിക്കധികം ഡാൻഡ്രഫ് ഇഷ്യൂസ് ഇന്നും വരാത്തത് കൊണ്ട്. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് അധികം തലയിൽ താരില്ല, ഓയിലി സ്കാൽപ്പാണ്. അപ്പൊ ഞാൻ വേറെ അനാറ്റമിയുടെ സാലിസിലിക് ആസിഡ് ഷാമ്പു ആണ് യൂസ് ചെയ്യുന്നത്. ദൈവഭാഗ്യത്തിന് ഡാൻഡ്രഫ് വരാത്തതുകൊണ്ട് ഞാൻ കീറ്റോകോണസോൾ യൂസ് ചെയ്യാറില്ല. പക്ഷേ 23 ഞാൻ 23 ലാസ്റ്റ് വാങ്ങിച്ച സാധനമാണ്. 23 ലാസ്റ്റ് 24 ബിഗിനിങ്ങിലും എന്തോ വാങ്ങിച്ചാണ്. ഓൾമോസ്റ്റ് 1 ഇയർ ആയി സാധനം ഇരിക്കാൻ തുടങ്ങിയിട്ട്. ഇതിന്റെ സെക്കൻഡ് ബോട്ടിലാണ്. അപ്പൊ ഞാൻ പറയാൻ വന്നത് എന്തെന്ന് വെച്ചാൽ, ഇത് ഡെഫിനറ്റ്ലി നമുക്ക് തലയിലുള്ള താരം കഴുകിക്കളയാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പക്ഷെ ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി, നമ്മുടെ കേസർ ലോഷന്റെ അത്രയും സ്ട്രെങ്ത് ഇതിനുണ്ടാവില്ല, 1% ഉള്ളൂ. മാത്രമല്ല ഇത് നമുക്ക് കീറ്റോകോണസോൾ ഷാമ്പു യൂസ് ചെയ്യുമ്പോൾ പറയാം, നമ്മുടെ ഫുള്ള് നമുക്കൊന്ന് ഹെയറിനെ ഡ്രൈ ആക്കും. അത്ര ഒരു എക്സ്റ്റെൻസീവ് ആയിട്ട് ഡ്രൈനെസ് ഇത് എനിക്ക് നന്നായിട്ട് തോന്നിയിട്ടില്ല. എനിക്ക് ആ സ്കാൽപ്പിൽ മാത്രമല്ല, ഇത് കുറച്ച് ഞാൻ അതിന്റെ സ്കാൽപ്പിൽ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് കുറച്ച് അധികം ഞാൻ ഡൈല്യൂട്ട് ചെയ്തിട്ട് ഹെയറിന്റെ ലെങ്തിലും കൂടെ യൂസ് ചെയ്യാറുണ്ടായിരുന്നു. കാരണം ഞാൻ അങ്ങനെ യൂസ് ചെയ്യും, ഇതിൻ്റെ അടുത്ത് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഡാൻഡ്രഫ് സ്കാൽപ്പിൽ നിൽക്കും, പക്ഷെ നമ്മുടെ ഹെയറിന്റെ ലെങ്തിലോട്ടും കൂടെ ഇറങ്ങും. അപ്പൊ അതിനെയും കൂടെ നശിപ്പിക്കാനായിട്ട് ഈ ഒരു മെത്തേഡ് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ അത് വാഷ് ചെയ്ത് കളയുമ്പോഴത്തേക്ക് കണ്ടീഷണർ ഇപ്പൊ യൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും അധികം ഡ്രൈ ഉണ്ടാവാറില്ല. പക്ഷെ നോർമലി നമ്മളൊരു കീറ്റോകോണസോൾ ബേസ് ചെയ്തിട്ടുള്ള ഷാമ്പു, കേസർ ലോഷൻ പോലുള്ള ഷാമ്പു യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഹെയർ കണ്ടീഷണർ യൂസ് ചെയ്തില്ലെങ്കിൽ
ചകിരിപ്പിരി ഇണക്കാവും. അപ്പൊ യൂസ് ചെയ്തിട്ടുള്ള ആൾക്കാർക്കായിരിക്കും ചകിരി ഇണക്കാവും. ആ ഒരു പ്രശ്നം ഈ ഒരു ഷാമ്പു യൂസ് ചെയ്യുമ്പോൾ ഇല്ല. അപ്പൊ നിങ്ങളുടെ എക്സ്ട്രീംലി ഡ്രൈ സ്കാൽപ്പ് ആണെങ്കിലും, ഡ്രൈ ഹെയർ സ്കാൽപ്പിൽ ഡ്രൈ ഹെയർ ലെങ്ത് ഉള്ള ആൾക്കാരാണെങ്കിലും, ഓയിലി സ്കാൽപ്പ് ആണെങ്കിലും, നിങ്ങൾക്ക് ഡാൻഡ്രഫ് കളഞ്ഞേ പറ്റുള്ളെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഇത് ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പൊ ഞാൻ പറഞ്ഞു കണ്ടീഷണർ യൂസ് ചെയ്തില്ല എങ്കിൽ നിങ്ങളുടെ ഹെയർ ഡ്രൈ ആവില്ല എന്ന് പറഞ്ഞിട്ട് ആരും കണ്ടീഷണർ യൂസ് ചെയ്യാതിരിക്കരുത്. കണ്ടീഷണർ യൂസ് ചെയ്യണം. പക്ഷെ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഡ്രൈ ആക്കില്ല എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഡെഫിനറ്റ്ലി നമ്മളൊരു ഷാമ്പു യൂസ് ചെയ്താൽ നമ്മുടെ ഹെയറിന്റെ ലെങ്ത് കണ്ടീഷൻ ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇല്ലെങ്കിൽ നമ്മുടെ ഹെയർ പെട്ടെന്ന് പൊട്ടി പോകും. കാരണം ഡ്രൈ ആവുന്നവർ നമ്മുടെ ഹെയർ പെട്ടെന്ന് ബ്രിട്ടിലാവും, പൊട്ടും. അപ്പൊ അത് ഉണ്ടാവാതിരിക്കാൻ ഡെഫിനറ്റ്ലി നമ്മൾ കണ്ടീഷണർ ഫോളോ അപ്പ് ചെയ്യണം. അപ്പൊ ഏതെങ്കിലും ഒരു കണ്ടീഷണർ ഫോളോ അപ്പ് ചെയ്താൽ മതി. കൂടാതെ ഇത് ഡെയിലി തലയിൽ യൂസ് ചെയ്യാൻ നിൽക്കരുത്. വീക്കിലി 2 പ്രാവശ്യമൊക്കെ യൂസ് ചെയ്താൽ മതി. കൂടാതെ തന്നെ മറ്റുള്ള ദിവസങ്ങളിൽ നിങ്ങൾ അല്ലാത്ത ഷാമ്പു ഉണ്ടാവൂലേ, ഒന്നുകിൽ ജെന്റിൽ ആയിട്ടുള്ള ഒരു ഷാമ്പു, അതല്ലെങ്കിൽ സാലിസിലിക് ആസിഡ് ബേസ് ചെയ്തിട്ടുള്ള ഒരു ഷാമ്പു സ്കാൽപ്പിൽ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പക്ഷെ കണ്ടീഷണർ മസ്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്യാനും ശ്രദ്ധിക്കുക. ഇത് ഡെയിലി സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാതിരിക്കാനും ശ്രദ്ധിക്കുക. അടുത്ത ഞാൻ പറയാൻ പോകുന്നത് അവരുടെ 2% സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് ആണ്. ഇത് എനിക്കൊരു ഓക്കെ പ്രൊഡക്റ്റ് ആയിട്ടേ തോന്നിയിട്ടുള്ളൂ. മേ ബി നമ്മൾ നല്ല ഒരുപാട് സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് യൂസ് ചെയ്തുകൊണ്ടായിരിക്കും, മാർക്കറ്റിൽ ഉള്ളതുകൊണ്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ ഇത് അധികം ആരും റെക്കമെൻഡ് ചെയ്യാത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിച്ച ഇതിനേക്കാളും റിസൾട്ട് എനിക്ക് മിനിമലിസ്റ്റിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടായിരിക്കാം. മിനിമലിസ്റ്റിന്റെ ഫേവറേറ്റ് സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് ആണ്. അതിന് കിട്ടിയത് കൊണ്ടായിരിക്കാം ഞാൻ ഇത് അധികം എനിക്ക് ഇഷ്ടപ്പെടാത്തത്. അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ മിനിമലിസ്റ്റ് നോക്കിയിട്ട് എനിക്ക് അപ്പോൾ ആ സമയത്ത് കിട്ടാത്തതുകൊണ്ട് ഞാൻ ബി ബോഡി വേസ് വാങ്ങിച്ചതുകൊണ്ടുമായിരിക്കും. പിന്നെ ട്രൈ ചെയ്ത് നോക്കാനും കൂടെ വാങ്ങിച്ചത്. പക്ഷെ എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ റിസൾട്ട് കിട്ടിയിട്ടില്ല എന്ന് പറയുന്നത് ഓയിൽനെസ് കുറച്ചില്ല എന്ന് വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും കളഞ്ഞില്ല എന്നുള്ളതല്ല. നമുക്കൊരു സാധനം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഓൾറെഡി ഒരു സാധനം യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സ്റ്റാൻഡേർഡ് ഉണ്ടാവില്ലേ, ആ സ്റ്റാൻഡേർഡിൽ ഇത് എത്തിയിട്ടില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇത് യൂസ് ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയിട്ടുള്ള ആൾക്കാരുണ്ട്, ഒരുപാട് പേരുണ്ട്, എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവരുടെ അടുത്ത് ഞാൻ പറഞ്ഞു അങ്ങനെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ യൂസ് ചെയ്തോ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്ക് മിനിമലിസ്റ്റിന്റെ അത്ര റിസൾട്ട് ഇത് യൂസ് ചെയ്തപ്പോൾ കിട്ടിയിട്ടില്ല. എന്ന് പറഞ്ഞിട്ട് സാധനം അഴിക്കുന്നല്ല, ഫോർമുലേഷന്റെ കാര്യത്തിലും ഒക്കെ ഒരു കുഴപ്പമില്ല, സ്കിൻ എക്സസീവ് ആയിട്ട് ഡ്രൈ ആക്കോ ഒന്നുമില്ല. പക്ഷെ എനിക്കെന്തോ ഇത് യൂസ് ചെയ്ത് എനിക്ക് ഓൾറെഡി ഓപ്പൺ പോസ്റ്റ് ഉള്ള ആളായതുകൊണ്ട് എനിക്ക് വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും വരാനുള്ള ചാൻസ് കൂടുതലാണ്. പ്രൊലോങ്ഡ് പീരീഡിൽ ഞാൻ പ്രോപ്പർ ആയിട്ട് എനിക്ക് വാഷ് ചെയ്തില്ലെങ്കിൽ എനിക്ക് ഡെഫിനറ്റ്ലി അവിടെ ഇവിടെ കൺജസ്റ്റഡ് പോസ്റ്റ് ഉണ്ടാവാനുള്ള ചാൻസ്. സാലിസിലിക് നോർമലി യൂസ് ചെയ്ത് പ്രോപ്പർ ആയിട്ട് സ്കിൻ കെയർ ചെയ്താൽ പോലും അവിടെ ഇവിടെ 1-2 വരുന്ന എനിക്ക് ഇത് യൂസ് ചെയ്തപ്പോഴത്തേക്ക് കുറച്ച് കൂടുതലായിട്ട് തോന്നി. അപ്പൊ ഇത് പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്തില്ല എന്ന് എനിക്ക് തോന്നി. അല്ലാണ്ട് എനിക്ക് ബ്രേക്ക് ഔട്ട്സ് ഉണ്ടാക്കുകയോ ഇത് കാരണം എന്റെ സ്കിൻ ഇത് യൂസ് ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നം അങ്ങനെയൊന്നും വന്നില്ല. പക്ഷെ ഞാൻ ഉദ്ദേശിച്ച റിസൾട്ട് ഇത് കൊണ്ട് എനിക്ക് കിട്ടിയില്ല എന്നാണ് എന്റേത്. അതായത് ഞാൻ ബാക്കി ഒരുപാട് ബി ബോഡി വൈസ് ആ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ നമുക്കൊരു ലൈക്ക് സ്റ്റാൻഡേർഡ് ഉണ്ടാവും. ലൈക്ക് ഇതെനിക്ക് ഈ സ്റ്റാൻഡേർഡ് റിസൾട്ട് തന്നതുകൊണ്ട് ഈ ബ്രാൻഡിൽ നിന്ന് വരുന്ന മറ്റുള്ള സാധനം ആ റിസൾട്ട് തരുമെന്ന്, ആ ഒരു സാധനം എനിക്ക് അവരുടെ ഈ ഒരു ഫേസ് വാഷിൽ കിട്ടിയില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇതൊരു കമ്പാരിറ്റീവ്ലി ഒരു ഡിസപ്പോയിന്റഡ് പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് മാറ്റാം. എനിക്ക് അവരുടെ ഒരേ ഒരു ഡിസപ്പോയിന്റഡ് പ്രൊഡക്റ്റ് കറന്റ് ചെയ്ത് മാത്രമേ ഉള്ളൂ. ബിക്കോസ് ഒന്ന് അവരുടെ ഫേസ് വാഷ് ബോഡി സൺസ്ക്രീൻ ആയിരുന്നു, അത് അവർ റീഫോർമുലേറ്റ് ചെയ്തു. ബോഡി വാഷിലുണ്ടായിരുന്ന പ്രശ്നം അവർ റീസെറ്റ് ചെയ്തു. അണ്ടർ ആം റോൾ ഓണിലുണ്ടായിരുന്ന പിഗ്മെന്റേഷൻ റീസെറ്റ് ചെയ്തു. ഫ്രാഗ്രൻസിൽ അവരൊന്നും ചെയ്തില്ല. അതിന്റെ പേഴ്സണൽ പ്രിഫറൻസ് ആയിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഫേസ് വാഷ് സ്റ്റിൽ ഡെയർ ആണ്. ഇപ്പൊ കറന്റ് എന്റെ അവരുടെ ഇഷ്ടമില്ലാത്തൊരു പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ അവരുടെ ഹെയർ ഗ്രോത്ത് ഗമ്മി ഒഴിച്ചിട്ട് നെക്സ്റ്റ് വൺ എന്താണ് ഗമ്മി ഞാൻ ഡെഫിനറ്റ്ലി യൂസ് ചെയ്യാത്തതുകൊണ്ട് ഞാൻ അതിനെ പറ്റി ഒന്നും പറയുന്നില്ല. പക്ഷെ ഇത് ഡെഫിനറ്റ്ലി ഇതുവരെ യൂസ് ചെയ്തിട്ട് അവരുടെ വർക്ക് ചെയ്യാത്തൊരു പ്രൊഡക്റ്റ് എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇതാണ്. നെക്സ്റ്റ് cult favorite 10% AHA ബോഡി സ്ക്രബ്. ഇത് ആക്ച്വലി എനിക്ക് ഒരു PR ആയിട്ട് സത്യം പറയില്ല, ഇത് എനിക്ക് 2 ബോട്ടിലായിട്ട് PR ആയിട്ട് വന്നതാണ്. PR ഇൻ ദ സെൻസ് എനിക്ക് അവർ അയച്ചു ഇഷ്ടപ്പെട്ടിട്ട് കൊള്ളാമെങ്കിൽ റിവ്യൂ പറയാനായിട്ട് എനിക്ക് അയച്ചു തന്നെയാണ്. ഞാൻ യൂസ് ചെയ്തു, എനിക്ക് ഇഷ്ടപ്പെട്ടു, ഭയങ്കര ഇഷ്ടപ്പെട്ടു. 2 ബോട്ടിൽ ഉണ്ടായിരുന്നു. ഒരു ബോട്ടിൽ ആക്ച്വലി ഞാൻ അനിയനോ ആർക്കോ ഒരാൾക്ക് ഞാൻ കൊടുക്കുകയും ചെയ്തു. എനിക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് 2 കിട്ടുകയാണെങ്കിൽ ഒരെണ്ണം കൊടുക്കുകയും ചെയ്തു. നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിൽ എൻ്റെ സ്കിൻ എക്സ്ഫോളിയേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്തു. നമുക്ക് സോഫ്റ്റ് സ്കിൻ വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഇതിപ്പോ പഴയത് ഇപ്പം ഞാനിപ്പോൾ ഇത് നിർത്തിയിട്ടുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇത് നിർത്തിയിട്ട് എനിക്ക് ബോഡി സ്ക്രബ് ട്രൈ ചെയ്ത് നോക്കണം എന്നുള്ള ആളായിരുന്നു. അപ്പൊ 2 മാസമായിട്ട് ഇത് ഉപയോഗിക്കാതിരിക്കുന്നുണ്ടായിരുന്നു. ഈ സമയത്ത് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ഡവിന്റെ ബോഡി പോളിഷ് ആയിരുന്നു. അത് അവിടെ ഇരിപ്പുണ്ട്, അത് തീർന്നിട്ട് അതിനെപ്പറ്റി പറയാം. ഇതിനെപ്പറ്റി പറയുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ ബോഡി എക്സ്ഫോളിയേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്തു. നമ്മുടെ സ്കിന്നിലുള്ള എന്താ പറയുന്നത്, നമ്മൾക്ക് ഈ നമ്മൾക്ക് തൊടുമ്പോൾ നമ്മുടെ സ്കിന്നിൽ ഒരു ഡ്രൈനെസ് അല്ല, ഒരു കട്ടി തോന്നത്തില്ലേ? പക്ഷെ എന്നാൽ നമ്മൾ ചില സാധനങ്ങൾ യൂസ് ചെയ്യുമ്പോൾ സോഫ്റ്റ്നെസ് തോന്നത്തില്ല, ആ സോഫ്റ്റ്നെസ് ഇതിൽ കിട്ടും. ഇതിന് 10% AHA ഫിസിക്കൽ സ്ക്രബും ഉണ്ട്, കെമിക്കൽ സ്ക്രബും ഉണ്ട്. അതായത് ഫിസിക്കൽ ആയിട്ടുള്ള എക്സ്ഫോളിയന്റ് ഇതിനകത്തുണ്ട്. പിന്നെ അതല്ലാണ്ട് ഗ്ലിറ്ററി AHA ഇൻ ദ സെൻസ് ലാക്റ്റിക് ആസിഡും ഗ്ലൈക്കോളിക് ആസിഡും ഇതിനകത്തുണ്ട്. ഇത്
എനിക്ക് കാണിച്ചു തരാൻ ഇതിനെ തുറക്കാതെ വെച്ചിരുന്നോണ്ട് ഇതിനകത്ത് പൂപ്പലുണ്ട്. അപ്പൊ എനിക്കിത് സ്റ്റോർ ചെയ്ത് മാറ്റി വെച്ചു. പൂപ്പലുള്ളതുകൊണ്ട് എനിക്കിത് കാണിച്ചു തരാൻ പറ്റില്ല. കാരണം കഴിഞ്ഞു, ഞാൻ ഇത് യൂസ് ചെയ്ത് തീർന്നു എന്നിട്ടെടുത്ത് സ്റ്റോർ ചെയ്ത് വെച്ചായിരുന്നു. പക്ഷെ പറയാനായിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചായിരുന്നു. പക്ഷെ അത് അവിടെ ഇരുന്നിട്ട് അനക്കാതൊരു സാധനം വെക്കുമ്പോൾ അതിനകത്ത് അഴുക്കാവില്ല. അതുപോലെ ഇതിനകത്ത് ചെറിയൊരു കറുത്ത കുത്തുകുത്ത് കണ്ടോടെ. അതുകൊണ്ട് ഞാൻ കയ്യിലെടുത്ത് കാണിക്കുന്നില്ല. പക്ഷെ സാധനം നല്ലതാണ്. ഞാൻ ഒരുപാട് പ്രാവശ്യം റെക്കമെൻഡും ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. നല്ല രീതിയിൽ ഒരു എക്സ്ഫോളിയേറ്റിംഗ് സ്ക്രബാണ് ഇത്. ഇപ്പൊ നിങ്ങൾക്ക് നല്ല രീതിയിൽ സ്ട്രോബെറി സ്കിന്നോ ബോഡി ടാനിങ്ങോ ഡെഡ് സ്കിന്നോ ഒക്കെ ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാനായിട്ട് ബിഗിനർ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി യൂസ് ചെയ്യാം. ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി, ബിഗിനേഴ്സ് ആണെങ്കിൽ, അതായത് ഇതുവരെ ബോഡി സ്ക്രബ് ഒന്നും യൂസ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ വീക്കിലി വൺസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നല്ലത്. യൂസ് ചെയ്തിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ബോഡി കുറച്ചുകൂടി ഡ്രൈ ആയിട്ടുള്ള കുറച്ചുകൂടി മെച്ചേർഡ് സ്കിന്നൊക്കെ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ വീക്കിലി 2 ടൈംസ് യൂസ് ചെയ്യും. അതിനപ്പുറത്തോട്ട് ഇത് യൂസ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കാം. നൈറ്റ്ലി യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇത് യൂസ് ചെയ്യുന്ന ദിവസം നിങ്ങൾ യൂസ് ചെയ്യുന്ന ബോഡി വാഷ് സാലിസിലിക് ആസിഡ് അങ്ങനത്തെ ഒന്നും അല്ലാത്ത ലൈറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ബോഡി വാഷോ, അതല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര ജെന്റിൽ ആയിട്ടുള്ള നമ്മുടെ സോപ്പുകൾ, ഡവിന്റെ ഒക്കെ ഒരു സോപ്പോ സെറ്റാഫിലിന്റെ ഒരു സോപ്പോ പിയേഴ്സിന്റെ സോപ്പോ എങ്കിലും വാങ്ങിച്ചു വെക്കുക. അത് യൂസ് ചെയ്യുക. ദെൻ ഈ ബോഡി സ്ക്രബ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു അത്യാവശ്യം ഇത് കിട്ടും. പക്ഷെ യൂസ് ചെയ്തതിന് ശേഷം നല്ല തിക്കായിട്ടുള്ള ഒരു ബോഡി മോയിസ്ചറൈസർ ഫോളോ അപ്പ് ചെയ്യാൻ മറക്കണ്ട. നെക്സ്റ്റ് മസ്റ്റ് ആയിട്ടും സൺസ്ക്രീൻ ഫോളോ അപ്പ് ചെയ്യാനും മറക്കണ്ട. വേറെ ഒരു പ്രശ്നം നിങ്ങൾക്ക് ഇതുകൊണ്ടുണ്ടാവുന്ന പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലിരിപ്പ് കാരണം ഉണ്ടാവുന്ന പ്രശ്നമേ ഉള്ളൂ. അതായത് നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്തില്ലെങ്കിൽ ടാനിങ് വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ലിറ്ററലി എക്സ്പോളേഷൻ കഴിഞ്ഞിട്ടുള്ള ബോഡിയിൽ സൺസ്ക്രീനിൽ പെട്ടെന്ന് ടാനിങ് വരുമല്ലോ, അത് ഡ്രൈനെസ് തോന്നും. നമ്മുടെ സ്കിൻ നല്ല രീതിയിൽ എക്സ്ഫോളിയേഷൻ നടന്ന സ്കിന്നെ ഹൈഡ്രേറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ പേഴ്സണൽ ചോയ്സ് ആണ്. സ്കിൻ എക്സ്ഫോളിയേറ്റ് ചെയ്യുക എന്നുള്ളത്, അതുകൊണ്ട് തന്നെ സ്കിൻ ഹൈഡ്രേറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ പേഴ്സണൽ ചോയ്സ് ആക്കി വെക്കുക. നന്നായിട്ട് സ്കിൻ ഹൈഡ്രേറ്റ് ചെയ്യാൻ വയ്ക്കുക. പിന്നെ നിങ്ങൾ ഈ ഗ്ലൈക്കോളിക് ആസിഡിന്റെ ടോണേഴ്സ് അങ്ങനത്തെ എന്തെങ്കിലും സാധനങ്ങൾ ബോഡിയിൽ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇത് യൂസ് ചെയ്യുന്ന ദിവസം അത് യൂസ് ചെയ്യാതിരിക്കാനും 2 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ 1-2 ദിവസം ഗ്യാപ്പ് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ബോഡി ടോളറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഡേ യൂസ് ചെയ്യാൻ കുഴപ്പമില്ല. ടോളറേറ്റ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനത്തെ ടോണേഴ്സ് ഒക്കെ യൂസ് ചെയ്താലും മതി. പക്ഷെ ബോഡി വാഷ് നെക്സ്റ്റ് ഡേ വന്നിട്ട് യൂസ് ചെയ്താൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നെക്സ്റ്റ് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് പക്ഷെ ആക്സിഡന്റൽ ഫൗണ്ട് ആണ്. ഇതാണ് അവരുടെ 20% ബോഡി യൂറിയ റോൾ ഓൺ, ഫുഡ് റോൾ ആണ്. ഇപ്പോൾ ഞാൻ ഫുഡിൽ മോയിസ്ചറൈസിന്റെ ക്രീമായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നിട്ട് എനിക്ക് അവരുടെ അണ്ടർആം റോൾ ഓൺ ട്രൈ ചെയ്ത് നോക്കാനായിട്ട് വീണ്ടും ഒന്നും നിങ്ങൾക്ക് പറഞ്ഞു തരാനൊക്കെ ആയിട്ട് എനിക്ക് വാങ്ങിക്കണം. അഡ്വാൻസ്ഡ് ഫോമിലുണ്ട്, വാങ്ങിക്കണം. അങ്ങനെ ഞാൻ തപ്പി ഈ വേറെ ഒന്നും നോക്കില്ല, കവർ കണ്ടു വാങ്ങിച്ചു. ബോഡി വേസ്റ്റ് കുറച്ചും കൂടെ വലുതായിട്ടൊക്കെ നിങ്ങളുടെ പാക്കേജിങ്ങിൽ എഴുതാൻ ശ്രദ്ധിക്കട്ടോ. കവർ കണ്ടു വാങ്ങി ഇവിടെ വന്നിട്ട് നോക്കുമ്പോഴാണ് അത് 20% യൂറിയ ആണെന്ന് മനസ്സിലായത്. സംഭവം 20% യൂറിയ നമ്മുടെ കാലിൽ യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. പ്രത്യേകിച്ചും ഡ്രൈ സ്കാലസ് ആയിട്ടുള്ള ഫൂട്ടുള്ള ആൾക്കാർക്ക്, നല്ല ക്രാക്ക് ഹീൽസ് ഉള്ള ആൾക്കാർക്ക് നമ്മുടെ കാല് നല്ല ബേബി സോഫ്റ്റ് ആണ്, ഹെൽപ്പ് ചെയ്യും. അപ്പൊ എനിക്ക് ബേസിക്കലി ഞാനിത് വാങ്ങിക്കാത്തതെന്ന് വെച്ചാൽ ഇത് നല്ല റിവ്യൂ ഉള്ള സാധനമാണ്. ഞാൻ വാങ്ങിക്കാത്തതിന്റെ റീസൺസ് എനിക്ക് എന്റെ കാലിന് അധികം പ്രശ്നങ്ങളൊന്നും ഞാൻ പ്രോപ്പറായിട്ട് സ്ക്രബ് യൂസ് ചെയ്യുന്നതാണ്. ഫിനിക് സ്റ്റോൺ ഒന്നും കാലിൽ യൂസ് ചെയ്യാറില്ല. നല്ല രീതിയിൽ സ്കിൻ ഹൈഡ്രേറ്റ് ചെയ്യാറുണ്ട്. എപ്പോഴെങ്കിലും ഡ്രൈനസ് തോന്നിയ വാഷിലൊക്കെ ഇടുന്നതാണ്. അപ്പൊ എനിക്ക് മാത്രമല്ല, ഞാൻ ഈ ഒരു 2 months മുന്നേ കാല് നന്നായിട്ട് മറ്റേ ഫുഡ് പീല് യൂസ് ചെയ്ത ആളാണ്. സോ എനിക്ക് അങ്ങനെ പ്രശ്നങ്ങളൊന്നും വരാറില്ല. ഞാൻ പെഡിക്യൂർ മാനിക്യൂർ ഒന്നും ചെയ്യാറില്ല കേട്ടോ. ഫുഡ് പീലും ഒക്കെ ചെയ്താണ്. എനിക്കിത് ഫേസ് ഷോപ്പിലെ ഫുഡ് പീലാണ് ഞാൻ യൂസ് ചെയ്തത്. എനിവേസ്, അപ്പൊ അതൊക്കെ യൂസ് ചെയ്താൽ എനിക്ക് ഇതിന്റെ ആവശ്യമില്ല എന്ന് വിശ്വസിച്ചിരുന്ന ആളാണ് ഞാൻ. പക്ഷെ എന്തായാലും വന്നേല് യൂസ് ചെയ്യാൻ വിചാരിച്ചു. യൂസ് ചെയ്തപ്പോൾ എനിക്ക് ആ റിസൾട്ട് മനസ്സിലായി. എന്റെ കാല് ഇനിയും സോഫ്റ്റ് ആക്കാൻ പറ്റും എന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെയാണ് ഇതെന്റെ ബോഡി ഷവർ റൊട്ടീനിലോട്ട് വന്നത്. ഞാൻ യൂസ് ചെയ്യുന്നത് എങ്ങനെയാന്ന് പറഞ്ഞത്, ഇത് ഞാൻ ഡെയിലി യൂസ് ചെയ്യാറില്ല. വീക്കിലി 3 times മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. ഞാൻ എന്നൊക്കെ ബോഡി എക്സ്ഫോളിയേറ്റ് ചെയ്യാത്ത ദിവസം, ബോഡി സ്ക്രബോ അല്ലെങ്കിൽ ഞാൻ ബോഡിയിൽ കെമിക്കൽ പീൽ യൂസ് ചെയ്യുന്നതാണ്. കെമിക്കൽ പീൽ യൂസ് ചെയ്യാത്ത ദിവസങ്ങളിൽ ഞാൻ ഇത് എന്റെ കാലിൽ അപ്ലൈ ചെയ്യും. നന്നായിട്ട് ബോഡി വാഷ് ഒക്കെ വെച്ചിട്ട് കഴുകി കുളിച്ച് നല്ല രീതിയിൽ മോയിസ്ചറൈസർ ഒക്കെ ഇടും. പക്ഷേ മോയിസ്ചറൈസർ ഞാൻ ഫൂട്ടിൽ മാത്രം ഇടത്തില്ല, ബാക്കി എല്ലാ ഭാഗത്തും ഫൂട്ടിലിടത്തില്ല. എന്റെ കാല് നന്നായിട്ട് ഡ്രൈ ആയ ശേഷം ഞാൻ ഫൂട്ടിൽ ഈ ഒരു സാധനം അപ്ലൈ ചെയ്യും. വീക്കിലി 3 times യൂസ് ചെയ്താൽ മതി. എനിക്കൊരു 2 months ഞാനിത് യൂസ് ചെയ്യാൻ തുടങ്ങി. എനിക്ക് 2 months ഞാൻ മൊത്തം 6 times ഇത് യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഈ 6 time കൊണ്ട് എനിക്ക് നല്ല രീതിയിൽ എന്റെ കാലിന്റെ റിസൾട്ട് കിട്ടി. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. സോ നിങ്ങൾക്ക് നല്ല ക്രാക്ക് ഹീൽസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്താൽ മതി. ഇതൊരു ഇപ്പൊ എങ്ങനെയാ കൈ കാണിച്ചു തരാം. നിങ്ങൾക്ക് നമുക്ക് കണ്ണിൽ കാണുമ്പോൾ ഒരു വൈറ്റ് കളറ് ക്രീമി ടെക്സ്ചർ ആണ്. മാത്രമല്ല എനിക്ക് ഇത് റോൾ ഓൺ ആയിട്ട് എനിക്ക് ഇഷ്ടപ്പെടാനുള്ള കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ കാലില്
മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യും, പ്രത്യേകിച്ച് യൂറിയ ബേസ് ചെയ്തിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ്, ലാക്റ്റിക് ആസിഡ് ബേസ് ചെയ്തിട്ട് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുമ്പോൾ ഏറ്റവും വലിയ ഇഷ്യൂ എന്ന് വെച്ചാൽ കാലിൽ ഭയങ്കര തിക്കായിട്ട് അതായിരിക്കും. അപ്പോൾ നമ്മുടെ കാലിൽ വെള്ള കളർ ഒരു വല്ലാത്ത ബ്ലെൻഡ് ആക്കി എടുക്കാനായിട്ട് ഭയങ്കര പാടായിരിക്കും. പക്ഷെ ഇതിന് ആ ഒരു പ്രശ്നമില്ല, ഇതങ്ങ് സ്മൂത്ത് ബട്ടർ പോലെ ഇരിക്കും. അപ്പം നിങ്ങൾക്ക് അത് ഇട്ടു എന്ന് പറഞ്ഞിട്ട് നമുക്ക് പിന്നെ മസാജ് ചെയ്ത് പിടിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് റോൾ ചെയ്ത് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് തുടച്ച് കഴിഞ്ഞാൽ, തുടയ്ക്കേണ്ട സെൻസ് ഇപ്പം നമ്മൾ റോൾ ചെയ്തു ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ അത് സ്കിന്നിലോട്ടങ്ങ് അബ്സോർബ് ആയിട്ട് പോകും. പക്ഷെ എപ്പോഴും ഡ്രൈ ആയിരിക്കുന്ന ഫുഡിൽ കുളിച്ച് ക്ലീൻ ആക്കി ഡ്രൈ ആയിരിക്കുന്ന ഫുഡിൽ വേണം അപ്ലൈ ചെയ്യാനായിട്ട്. നെക്സ്റ്റ് മസ്റ്റായിട്ട് നിങ്ങളുടെ സൺസ്ക്രീൻ ആ ഭാഗങ്ങളിൽ അപ്ലൈ ചെയ്യാൻ മറക്കണം. ഇതിനകത്ത് 20% യൂറിയാണ് ഉള്ളത്. എന്തൊക്കെ ഡാമേജസ് നിങ്ങളുടെ ഫുഡിലുണ്ടോ അത് നന്നായിട്ട് പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യും. എന്നും പറഞ്ഞിട്ട് എക്സ്ട്രീംലി കാലസ് ആയിട്ടിരിക്കുന്ന കാലിലാണെങ്കിൽ എന്ന് വെച്ചാൽ നല്ല രീതിയിൽ കാലസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്താലും കുഴപ്പമില്ല. പക്ഷെ നോർമൽ ആയിട്ടിരിക്കുന്ന ഒരു കാലിൽ വീക്ക്ലി 3 times യൂസ് ചെയ്താലും മതി. പക്ഷെ നല്ല രീതിയിൽ ക്രാക്കിലുണ്ടെങ്കിൽ നിങ്ങൾ ഓൾട്ടർനേറ്റ് ഡേയ്സിൽ യൂസ് ചെയ്യുക. എക്സ്ട്രീം കാലസ് ഉള്ള കാലാണ്, നിങ്ങൾക്കറിയില്ല കാലസ് നമ്മൾ തൊടുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു കട്ടി മനസ്സിലായില്ല, അങ്ങനത്തെ കാലാണെങ്കിൽ ഡെയിലി യൂസ് ചെയ്തു. കുറച്ചൊക്കെ ക്രാക്ക് ഹീൽസ് ഉണ്ടെങ്കിൽ ആൾട്ടർനേറ്റ് ഡേയ്സിൽ യൂസ് ചെയ്ത്, നോർമൽ ലെഗ്സ് ആണെന്നുണ്ടെങ്കിൽ വീക്ക്ലി 3 times യൂസ് ചെയ്താലും മതി. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ യൂസ് ചെയ്ത ബി ബോഡി വൈസിന്റെ പ്രൊഡക്റ്റിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. പിന്നെ ഇനി അവരുടെ ബ്രാൻഡിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം പറഞ്ഞു തരട്ടെ. അവർ കറക്റ്റ് കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇന്നോ നാളെയോ റിസൾട്ട് കിട്ടില്ല, കറക്റ്റ് 3 monthsലേ റിസൾട്ട് കിട്ടും. ഇതിനകത്തൊന്നല്ല, എല്ലാ പ്രൊഡക്റ്റിലും അവർ റിസൾട്ട് കിട്ടുന്ന ടൈമിംഗ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. സോ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് യൂസ് ചെയ്താൽ മാത്രമേ റിസൾട്ട് കിട്ടുകയുള്ളൂ എന്നും ഭയങ്കരമായിട്ട് വലിയ വലിയ ക്ലെയിമുകളിലോട്ടൊന്നും അവർ പോകാറില്ല. അതുകൊണ്ട് എനിക്ക് ബി ബോഡി വൈസ് ഒരു ഇഷ്ടപ്പെട്ട ബ്രാൻഡാണ്. ഇനി ഞാൻ ഇതിനകത്ത് ഏതെങ്കിലും പുതിയതായിട്ട് പ്രൊഡക്റ്റ് ട്രൈ ചെയ്ത് നോക്കണമെങ്കിൽ കമന്റ് ബോക്സിൽ പറയാം. പിന്നെ എനിക്ക് അവരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഹെയർ റോൾ ഓൺ ഉണ്ട്. ഞാൻ അത് യൂസ് ചെയ്തില്ല, പക്ഷേ ഇൻഗ്രീഡിയൻറ്റ് വൈസ് നല്ല സാധനമാണ്, റിവ്യൂ വൈസിലും നല്ല സാധനമാണ്. സോ അതും എനിക്ക് അവരുടെ ഫേവറേറ്റ് പ്രൊഡക്ട്സുകളിൽ ഒന്നാണ്. ഇനി അതെല്ലാം ഞാൻ ട്രൈ നോക്കിയിട്ട് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരണമെങ്കിൽ കമന്റ് ബോക്സിൽ പറയാൻ മറക്കണ്ട. വേറെ ഏതെങ്കിലും ബ്രാൻഡിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയണമെങ്കിൽ കമന്റ് ബോക്സിൽ പറയാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇതുപോലത്തെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ വീഡിയോ ആയിട്ട് എല്ലാ ട്യൂസ്ഡേയും തേഴ്സ്ഡേയും സൺഡേസിലാണ് വരുന്നത്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നെക്സ്റ്റ് സൺഡേ കാണുന്നവരെ ഇറ്റ്സ് ലക്ഷ്മി സൈനിങ്.